إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ ലോകത്ത് നമ്മെ അയച്ചതിന്റെ ഉദ്ദേശ്യം ഇവിടെ നമുക്ക് കരസ്ഥമായി കൊണ്ടിരിക്കുന്ന അമൂല്യമായ നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മുടെ മരണാനന്തര ശാശ്വത ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന നിലക്ക് ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക, അതിലൂടെ അല്ലാഹുവിന്റെ പ്രീതി നേടുക എന്നതിനു വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു സമയാസമയങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ലോകത്തേക്ക് വെളിച്ചമേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാനും അന്ധകാരത്തിന്റെ ദോഷഫലങ്ങളെ കൃത്യമായി താക്കീത് ചെയ്യുവാനും വേണ്ടി കാലാകാലങ്ങളിലായി വന്നുപോയ അമ്പിയാക്കൾക്ക് ശേഷം പിന്നീട് ആ അവസാനത്തെ ദൗത്യം എത്തിപ്പെട്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലായിരുന്നു എന്ന് നമുക്കറിയാം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, അത് വ്യാഖ്യാനിക്കുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുരളാത്ത ശുദ്ധമായ ജീവിതമാകുന്ന സുന്നത്തുകൾ, ഇത് ഏറ്റെടുക്കാൻ പിൽക്കാലത്തുള്ള ഓരോ മനുഷ്യരും ബാധ്യസ്ഥരാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പരമപ്രധാനമായ ഒരു അനന്തര സ്വത്താണത്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന വേദഗ്രന്ഥത്തെയും ആ വേദഗ്രന്ഥത്തെ ശരിയായ നിനക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതെന്ന മാർഗങ്ങളെയും, അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അത് മഹാന്മാരായ സ്വഹാബാക്കൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തതുപോലെ ഓരോരുത്തരുടെയും മരണം വരെ അത് കൃത്യമായി നിലനിർത്തി ആ അനന്തര സ്വത്തിന് ഒരിക്കലും നഷ്ടം വരാത്ത നിലക്ക് അതിനെ പരിപോഷിപ്പിക്കലാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ഏറ്റവും പരമപ്രധാനമായ ബാധ്യത. എന്നാൽ ആ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ പലരും പല വിധത്തിലാണെന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.
ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ള സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ വചനം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടുള്ളത്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. അല്ലാഹു പറയാണ്, സുമ്മ ഔറസ്ന, പിന്നീട് നാം അനന്തരമായി നൽകി, അനന്തരാവകാശമായി നാം കൊടുത്തു. അല്ലാഹു പറയാണ്, എന്താ നമുക്ക് അനന്തരമായി നൽകിയത്? അൽ കിതാബ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അത് മനസ്സിലാക്കാൻ ആവശ്യമായ നിലക്കുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങളെയുമൊക്കെ അല്ലാഹു അനന്തരമായി കൊടുത്തു. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, അവന്റെ അടിമകളിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്തവർക്ക്. അത് ഈ കാലത്ത് ഇന്ന് നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുകയാണ്. ഇനി വരും തലമുറ അത് ഏറ്റെടുക്കും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ, ലോകത്തിന്റെ നാശം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് മാർഗദർശനമായി കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ സത്യങ്ങളെ അനന്തര സ്വത്തായിക്കൊണ്ട് യുഗങ്ങളും തലമുറകളും ഏറ്റെടുത്തു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കരങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ഈ അനന്തര സ്വത്തിനോട് നാം കാണിക്കേണ്ടുന്ന നയമെന്ത്? ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെന്ത്? അല്ലാഹു പറയാണ്, അത് ഏറ്റെടുത്ത ആളുകൾ പലതരത്തിലുണ്ട്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആ അനന്തര സ്വത്ത് ഏറ്റെടുത്ത നമ്മുടെ അടിമകൾ, അവരിൽ സ്വദേഹങ്ങളോട് ളുൽമ് ചെയ്യുന്ന ആളുകളുണ്ട്. അഥവാ അവരിൽ അർപ്പിതമായ ജീവിതത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള മഹനീയമായ സമയങ്ങളിൽ കൂടുതലും തിന്മകളിൽ മാത്രം മുഴുകിയിട്ട് പലപ്പോഴും നന്മകൾ നാമമാത്രമായി ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവർ കാഫിറുകളല്ല, വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ നന്മകൾ കുറവാണ്. പലപ്പോഴും തിന്മകളാണ് അധികവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു തുടർന്ന് പറയുന്നു, വമിൻഹും മുഖ്തസിദ്, എന്നാൽ അവരിൽ ഒരു മിതനിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. രണ്ടിനും ഇടയിലുള്ളവർ. അവരിൽ നന്മയുമുണ്ട്, തിന്മയും വന്നു പോകുന്നുണ്ട്. മൂന്നാമത് അല്ലാഹു പറയുന്നു, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, എന്നാൽ അവരിൽ തന്നെ ഒരു മൂന്നാം കക്ഷിയുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാരാണ്? സാബിഖും ബിൽ ഖൈറാത്ത്, അവര് നന്മ കൊണ്ട് മത്സരിച്ചോടുന്നവരാണ്. ബിഇദ്നില്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖ് കിട്ടിയതുകൊണ്ട് അവരിൽ തിന്മകൾ വരുന്നില്ലെന്ന് മാത്രമല്ല, തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, അവരിൽ നിർബന്ധമായ കർമ്മങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്നതോടൊപ്പം സുന്നത്തുകളെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരുന്നതോടൊപ്പം അല്ലാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് നന്മയുടെ കാര്യത്തിൽ മത്സരിച്ചോടുന്നവർ, ആ മത്സരക്കളരിയിൽ വല്ലാത്തൊരു തൗഫീക്ക് നേടിയ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാണ് ഏറ്റവും വമ്പിച്ച ഔദാര്യം. മൂന്നാമത് പറഞ്ഞതിൽ എത്തുക എന്നതാണ് ഏറ്റവും കബീറായ ഫദ്ല്, ഏറ്റവും വലിയ ഫദ്ല് അതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സഹോദരന്മാരെ, ദുനിയാവെന്ന് പറയുന്നത് ഈ ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശേഷിപ്പിച്ചത് ഒരിക്കൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ലോകം ഇത് പരലോകത്തേക്ക് വിളവുകൾ നേടിയെടുക്കാനും അധ്വാനിക്കാനും കർഷകർക്കുള്ള കൃഷി നിലമാണ്, വിളവ് കേന്ദ്രമാണ്, വിളവെടുപ്പിന്റെ നിലമാണ്. ഇവിടെ കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട്, പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് പരലോകത്തേക്കുള്ള വിളവുകൾ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ആ സൂചന. അതുപോലെ ഈ ആയത്തിൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഈ ലോകം ഒരു മത്സരക്കളരിയാണ്. ദുനിയാവും മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ നമ്മളാരും ഗാലറിയിലിരുന്ന് കളി കാണേണ്ടവരല്ല, മറിച്ച് ഇറങ്ങി കളിക്കുന്നവരാണ്. മൈതാനത്തിൽ ഇറങ്ങി കളിക്കുന്നവരാണ് ഇവിടെ മനുഷ്യൻ. റബ്ബ് നിരീക്ഷിക്കുന്നു, ഇവൻ എന്താണ് നീക്കം. അങ്ങനെ അതിൽ പൊരുതി നന്മയുടെ മാർഗത്തിലേക്ക് മുന്നേറുന്ന കക്ഷികളുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അത് പറഞ്ഞപ്പോ ബിഇദ്നില്ലാഹ് അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രത്യേക അനുമതി പ്രകാരം. വല്ലാത്തൊരു തൗഫീക്ക് കിട്ടിയവർക്കാണ് അതിൽ മുന്നേറാൻ കഴിയുന്നതെന്നർത്ഥം. എന്നിട്ടാ പറഞ്ഞത് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, വല്ലാത്തൊരു തൗഫീഖാണത്, വല്ലാത്തൊരു ഫദ്ലാണത് എന്ന്. മഹാന്മാരായ അമ്പിയാക്കളൊക്കെ ഈ മത്സരക്കളരിയിൽ കാലിടറി വീറാറ് നോക്കിയവരാണ്.
പ്രവാചകന്മാരൊക്കെയും അള്ളാഹു നിശ്ചയിച്ച ഈ മത്സര കളരിയിൽ ഒരിക്കലും പതറി വീണിട്ടില്ല. അവര് മുന്നേറിയവരാണ്. അള്ളാഹു അവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഇന്നഹും കാനൂ, അമ്പിയാക്കളെ പറ്റി അല്ലാഹു പറയുന്നു. അവരാരായിരുന്നു? യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ മത്സരക്കളരിയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവരായിരുന്നു. നല്ലൊരു കാര്യം അവർ പിന്നേക്ക് നീട്ടിവെക്കൂല. ചാൻസ് കിട്ടിയാൽ ഉടനെ ചെയ്യും. അവര് ഖൈറാത്തുകളിൽ അവർ മത്സരിക്കുന്നവരും ധൃതിപ്പെടുന്നവരുമായിരുന്നു. എന്നാലോ ഞങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാണെന്ന അഹംഭാവമോ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന ഒരു അമിതമായ ആത്മവിശ്വാസമോ, ഞങ്ങളെയൊന്നും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന ഒരു അതിര് കവിഞ്ഞ റജാവോ പ്രതീക്ഷയോ ഒന്നും അവർക്കുണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനാ വേളകളിലൊക്കെ അവരുടെ സ്വഭാവം പറയാണ്, വയദ്ഊനനാ, അവർ നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരാണ്. റഗബൻ വറഹബാ, പേടിയോടെയും ആഗ്രഹത്തോടെയും. അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചേക്കുമോ എന്ന പേടിയുമുണ്ട്. അതല്ല, അവന്റെ കാരുണ്യം ഞങ്ങൾക്ക് അവൻ ആവരണം ചെയ്യുമെന്ന പ്രതീക്ഷയുമുണ്ട്. അങ്ങനെ അവര് യാമങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ സൽക്കർമ്മ നിരതരാണെന്ന് മാത്രമല്ല, നിരന്തരമായി അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രൂപത്തിൽ അവർ റബ്ബിനോട് വകാനൂ ലനാ ഖാശിഈൻ, അവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഭയഭക്തിയോടെ കഴിയുന്നവരുമായിരുന്നു. അവരാണ് നമ്മുടെ നേതാക്കൾ. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞാൽ ആ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. മനുഷ്യരോട് പറയാണ്, മനുഷ്യ, നിന്റെ ജീവിതം അലസമായി തള്ളി നീക്കാനുള്ള ജീവിതമല്ല. മനുഷ്യനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹാ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്, നീ നിന്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ കദ്ഹ് അനുഷ്ഠിക്കേണ്ടവനാണ്. കദ്ഹ് അല്ലാത്ത അധ്വാനം, റസ്റ്റില്ല നിനക്ക്. നീ അധ്വാനിക്കണം, നീ പരിശ്രമിക്കണം, നീ അമൽ ചെയ്യണം. എന്തേ? ഫമുലാഖി, അള്ളാനെ നിനക്ക് കാണണ്ടേ, അള്ളാഹുവിനെ നിനക്ക് കണ്ടുമുട്ടണ്ടേ. നിന്റെ നന്മയുടെ റെക്കോർഡ് മുൻതൂക്കം വന്നിട്ട് വലത് കരത്തില്ല റെക്കോർഡ് സന്തോഷത്തോടെ നിനക്ക് സ്വീകരിക്കണ്ടേ. പാപികളായ ആളുകൾ ഇടത് കരങ്ങളിലൂടെ പിന്നിലൂടെ റെക്കോർഡുകൾ ലഭ്യമായിക്കൊണ്ട് അപമാനിതരാകുന്ന ദുരന്ത ദിനത്തിൽ നിനക്ക് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് സമയം പാഴാക്കാതെ അധ്വാനിക്കണം. അള്ളാഹു പറയാണ്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയുടെ കാര്യങ്ങളിലേക്ക് മത്സരിക്കൂ ജനങ്ങളെ. ഇസ്തിബാഖ്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയുടെ കാര്യങ്ങളിലേക്ക് മത്സരിക്കൂ. ഇലല്ലാഹി മർജിഉക്കും, എന്തിനായി മത്സരം? ഈ മത്സരത്തിന്റെ റഫറി മനുഷ്യന്മാരൊന്നുമല്ല. ഇവിടെ ജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള ഈ കളരിയിൽ ആര് ജയിച്ചു ആര് മുന്നേറി എന്ന റിസൾട്ട് വരാൻ മണിക്കൂറുകൾ പോരാ, ദിവസങ്ങൾ പോരാ, വർഷങ്ങൾ പോരാ, മരണാനന്തരം മഹ്ശർ വരെ കാത്തിരിക്കണം. അതുകൊണ്ട് മത്സരിച്ചോളൂ എന്നുള്ള പറയണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയുടെ കാര്യങ്ങളിലേക്ക് മത്സരിച്ചോളൂ. കാരണം ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ മുഴുവനും മടങ്ങിച്ചെല്ലൽ അല്ലാഹുവിങ്കലേക്കാണ്. ഫയുനബ്ബിഉക്കും, എന്നിട്ട് അല്ലാഹു നിങ്ങളോട് പറഞ്ഞു തരും. ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി, എന്തൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു, എന്തിലൊക്കെ നിങ്ങൾക്ക് ഭിന്നതയുണ്ടായി, അന്നവിടെ തീരുമാനമാണ്. അതുകൊണ്ട് കാത്തു നിൽക്കാതെ, സമയം പാഴാക്കാതെ, അനാവശ്യ ഭാഷണങ്ങളിൽ ഏർപ്പെടാതെ, അനാവശ്യങ്ങളിൽ മുഴുകാതെ, കിട്ടുന്ന വിലപ്പെട്ട സമയങ്ങളെ നന്മയുടെ ഈ മത്സര കളരിയിൽ വാരി വിതറിക്കൊണ്ട് കുതിച്ചു പാഞ്ഞോളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ആ വിളിക്ക് ഉത്തരം ചെയ്ത മഹാന്മാരായ പ്രവാചകന്മാർ ആ മത്സരത്തിൽ മുന്നേറി എന്നും അല്ലാഹു പറയുന്നു. അവരെ പിൻപറ്റിയ മുഅ്മിനീങ്ങളും മുന്നേറി എന്നാണ് അല്ലാഹു സൂറത്ത് ആല ഇംറാൻ 116 പറയുന്നത്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ കാര്യത്തിൽ അവർ ധൃതിപ്പെടുന്നവരായിരുന്നു. വഉലൈക മിനസ് സാലിഹീൻ, അവർ സുകൃതം ചെയ്യുന്ന സച്ചരിതരായിരുന്നു. സൂറത്ത് മുഅ്മിനൂനിലെ 60-61 ആയത്തുകളിലും അല്ലാഹു വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിടത്ത് റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലണം എന്ന വല്ലാത്തൊരു പേടിയോടെ കൽബോടെ ജീവിച്ചിരിക്കുന്ന അവരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് നോക്കൂ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ,
അവര് നന്മയുടെ കാര്യത്തിൽ മുന്നേറുന്നവരും അതിൽ ധൃതി കാണിക്കുന്നവരും അതിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നവരുമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഈ സ്വഭാവം ഇങ്ങനെ എടുത്തു പറയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തിനാണ് അള്ളാഹു നമ്മോട് ഇത് ആവശ്യപ്പെടുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും മരണവാർത്തകൾ നെഞ്ചിടിപ്പോടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ചരമവാർത്തകൾ മറ്റുള്ളവർ കേൾക്കാനിരിക്കുന്നു. പെട്ടെന്ന് അവിചാരിതമായി കടന്നുവരുന്ന മരണത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടുന്നു നമ്മൾ. പക്ഷേ ആ ഞെട്ടലല്ല നമുക്ക് ഉപകാരപ്രദമാകുന്നത്. കഴിഞ്ഞു പോകുന്ന മരണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. തന്റെയും ദുരന്തം അടുത്തിരിക്കുന്നു. ചെരുപ്പിന്റെ വാറിനേക്കാൾ, നീ ധരിച്ച നിന്റെ പാദരക്ഷയുടെ വാറിനേക്കാൾ മരണം നിന്റെ കൂടെയുണ്ട്, അടുത്തുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അൽ-മൗതു അദ്നാ മിൻ ശറാക്കി നഅലിഹി എന്ന് വളരെ കൃത്യമായി തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാക്കി നഅലിഹി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും ആ ഈരടികൾ ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ മനുഷ്യരും ഇങ്ങനെ പ്രഭാതത്തിൽ ഇങ്ങനെ സുഖമായി എഴുന്നേൽക്കുന്നു. പക്ഷെ അവൻ അറിയുന്നില്ലല്ലോ താനാ എഴുന്നേറ്റ് ധരിക്കുന്ന പാദരക്ഷയുടെ വാറിനേക്കാൾ മരണം തന്റെ കൂടെയുണ്ടെന്ന്. ഇനിയും സമയമുണ്ടെന്നാണ് എല്ലാവരും ധരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നേക്ക് നീട്ടിവെക്കുന്ന പ്രകൃതം ബുദ്ധിയുള്ളവരുടേതല്ല എന്ന് ഇസ്ലാം പറയാണ്. പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യാക വത്തസ്വീഫ ലിമാ തഹുമ്മു ബിഹി മിൻ ഫിഅലിൽ ഖൈർ ഫഇന്ന വഖതഹു ഇദാ സാൽ ലം യഉദ് ഇലൈക. വളരെ ചിന്തയോടുകൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒരു വാചകം. ഇയ്യാക, നീ വളരെ കരുതലോടെ സൂക്ഷിക്കണം, നീ വല്ലാതെ ഭയപ്പെടണം. വത്തസ്വീഫ, പിന്നെയാവാം എന്ന ചിന്ത നിനക്ക് എപ്പോഴെങ്കിലും നന്മക്ക് വിചാരിക്കുമ്പോൾ വന്നു പോകുന്നുണ്ടെങ്കിൽ നീ അപകടത്തിലാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഞാൻ ഒരുങ്ങുമ്പോ അത് പിന്നെയാവാ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ വല്ലാത്തൊരു അപകടത്തിലാണെന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. കാരണം എന്താ? നീ ഒരു നന്മക്കുദ്ദേശിക്കുമ്പോ അത് പിന്നെയാവാ എന്ന് നീട്ടിവെച്ചാൽ ഫഇന്ന വഖതഹു, തീർച്ചയായും അതിന്റെ ആ ടൈമുണ്ടല്ലോ, ഇദാ സാല, അതങ്ങ് കഴിഞ്ഞു പോയാൽ ലം യഅദ് ഇലൈക അബദ, ഒരിക്കലും പിന്നെ ആ ചാൻസ് നിന്നിലേക്ക് മടങ്ങി വരില്ല. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയാത്തതാണ്. ഇനി ഉണ്ടാവോ? അടുത്ത സെക്കൻഡിൽ ഞാനുണ്ടോ? നാളെ ഞാനുണ്ടോ? അടുത്ത മാസം ഞാനുണ്ടോ? അടുത്ത വർഷത്തേക്ക് ഞാനുണ്ടോ? എന്ത് ഗ്യാരണ്ടിയിലാണ് ഞാനത് പിന്നെയാവാ എന്ന് പറയുന്നത്? അതുകൊണ്ട് അവസരം ഒത്തുകിട്ടിയാൽ ഉടനടി ചെയ്യാൻ ഉദ്ദേശിച്ച നന്മകൾ ഇബ്ലീസ് അതിൽ കളിച്ച് അതിൽ കുറവ് വരുത്താനും അതിൽ ന്യൂനതയുണ്ടാക്കാനും അത് ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതിന്റെ മുമ്പേ തീരുമാനങ്ങൾ മനസ്സിൽ നന്മക്ക് തോന്നുമ്പോൾ ഉടനെ അത് ചെയ്യാനുള്ള ആവേശമാണ് വിശ്വാസികളിൽ വേണ്ടതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളിലൂടെ ആ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നന്മയുടെ ഒരു വഴികളെയും ഇല്ലാതെയാക്കരുതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്വാബുൽ ഖൈറുകൾ ഒരുപാട് പരിചയപ്പെടുത്തി. നന്മയുടെ കവാടങ്ങൾ. കുല്ലു മഅറൂഫിൻ സദഖ, ഏത് നല്ല കാര്യം ചെയ്യുന്നതും സദഖയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് നന്മ ഒക്കെ നമുക്ക് സദഖയാണ്, നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള സദഖയാണ്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമും ധർമ്മം ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞതാണ്, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ സഹാബിമാർക്ക് പേടിയായി. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഫഇല്ലം യജിദ്, അവന്റെ ആവശ്യം കഴിഞ്ഞ് ഒന്നും കൊടുക്കാൻ മാത്രമില്ലാത്ത അയാൾ എന്താ ചെയ്യാ? സദഖ ചെയ്യാൻ ഒന്നും കയ്യിലില്ല, അങ്ങനത്തെ ആൾ എന്ത് ചെയ്യും പ്രവാചകരെ? അയാളത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫയഅമലു ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അയാൾ കൂലിപ്പണിയെടുക്കണം, അയാൾ തൊഴിലെടുക്കണം, അയാൾ തന്റെ കൈകൊണ്ട് അധ്വാനിക്കണം, എന്നിട്ട് തനിക്ക് വേണ്ടത് നേടണം. വയതസദ്ദഖു, ധർമ്മവും ചെയ്യണം. ധർമ്മവും ചെയ്യണില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കരുത്. കിട്ടുന്നതിൽ നിന്ന് തനിക്ക് ചെലവഴിക്കുന്നു, ഒരു പ്രയാസപ്പെടുന്നവർക്കും ഒരു വിഹിതം അതിൽ നിന്ന് നീക്കി വെക്കണം. എത്രയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിനക്ക് കിട്ടുന്നതിന് എന്താണോ തൊഴിൽ ചെയ്ത് കിട്ടിയത്, കിട്ടുന്നതിൽ നിന്ന്, നിന്റെ കാര്യം കിട്ടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നില്ലേ, അതുപോലൊരു വിഹിതം മാറ്റിവെക്ക്, നിനക്ക് നിർബന്ധാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബിയുടെ അടുത്ത ചോദ്യം, ഫൈലം യസ്തത്തി, തൊഴിലും ചെയ്യാൻ കഴിയാത്ത മുസ്ലിം ഉണ്ടാവില്ലേ റസൂലേ? അയാൾക്ക് പണിയെടുക്കാനൊന്നും വയ്യ, അയാളെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, പരാധീനതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആവശ്യക്കാരനെ തന്റെ ശരീരം കൊണ്ടെങ്കിലും സഹായിക്കാം. ഏത് നിലക്കാണോ അയാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാ? ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടാണോ? എങ്ങനെയെങ്കിലും നിനക്ക് അയാളെ സഹായിക്കാൻ കഴിയോ? അങ്ങനെ സഹായിക്കണം. തടികൊണ്ടൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും വലിയൊരു കഴിവുള്ള ആളല്ല നബിയെ, അതിനും കട്ടിയില്ലെങ്കിലോ? അടുത്ത ചോദ്യം, സഹാബത്തിന്റെ ആവേശത്തോടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞുതരാം, ഫയഅ്മുറു ബിൽ ഖൈരി ഔ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് ഉപദേശിക്കാൻ നടക്കുന്ന അയാള് അത് പറഞ്ഞൂടെ? താൻ മനസ്സിലാക്കിയ ഒരു ഹക്ക് അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളോട് വായ തുറന്ന് പറഞ്ഞൂടെ? അത് പറയാത്തതെന്ത്? അതിന് കാശി ചെലവില്ലല്ലോ, വേറെ അധ്വാനം വേണ്ടല്ലോ. നീ മനസ്സിലാക്കിയ സത്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത നിന്റെ സഹജീവിയിലേക്ക് നീ കൽപ്പിക്ക്, പകർന്നു കൊടുക്ക്. നീ മനസ്സിലാക്കിയത്, മനസ്സിലാക്കാത്തത് പറയണ്ട, ഇൽമില്ലാതെ സംസാരിക്കണ്ട, അറിവില്ലാതെ ഫത്വ കൊടുക്കണ്ട, അറിവില്ലാതെ പലരും ഫോർവേഡ് ചെയ്യണ്ട, അറിവില്ലാതെ പലതും അങ്ങോട്ട് പലരിലേക്കുമായി പ്രചരിപ്പിക്കണ്ട. നല്ല ഹക്കാണെന്ന് ബോധ്യമുള്ള ഒരു സൽക്കർമ്മത്തിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ നിനക്കെന്താ തടസ്സം? അത് നീ ചെയ്തോ, അതയാൾ ചെയ്യട്ടെ, അതും ഒരു ധർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്നെയും സഹാബത്ത് ചോദിക്കാണ്, അതും ഒരാൾ ചെയ്തിട്ടില്ലെങ്കിലോ പ്രവാചകരെ എന്താ ചെയ്യാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എങ്കിൽ ഒരാൾക്കും അയാളെ കൊണ്ടൊരു ശർറില്ലാതെ നോക്കിക്കൂടെ? ഫയുംസികു അനി ശർരി, അയാൾ ശർറിൽ നിന്ന് വിട്ടു നിൽക്കാനെങ്കിലും ശ്രമിക്കണം. ഫഇന്നഹു ലഹു സദഖ, അതും അയാൾ ചെയ്യുന്നൊരു ധർമ്മമാണ്, സമൂഹത്തിന് ചെയ്യുന്നൊരു വലിയ സേവനമാണ്. ഉപകാരം ചെയ്യാനായില്ലെങ്കിലും ദ്രോഹിക്കാതെയെങ്കിലും ഇരിക്കുക, പണിയെടുത്തിട്ടില്ലെങ്കിലും പണിയെടുക്കുന്നവരെ വെറുതെ വിടുക, പ്രബോധനത്തിന് തയ്യാറല്ലെങ്കിലും പ്രബോധകരെയെങ്കിലും വെറുതെ വിടുക. തന്റെ നാവ് കൊണ്ടും തന്റെ കൈ കൊണ്ടും ഉണ്ടാകുന്ന ശർറിൽ നിന്ന് മറ്റുള്ളവരെയെങ്കിലും അവരുടെ പാട്ടിന് വിട്ടിട്ട് താൻ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നവരെയെങ്കിലും അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താതിരിക്കുക, അതും ഒരു ധർമ്മമാണ്. ഒരാൾക്കും തന്റെ കൈ കൊണ്ടും നാവ് കൊണ്ടും ഒരു ദ്രോഹമുണ്ടാക്കരുത്. അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിം മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് തന്റെ നാവിൽ നിന്നും തന്റെ കൈ കൊണ്ടും ഇതര ജനങ്ങൾക്കൊരു ശർറില്ലാതെ കാത്തുസൂക്ഷിക്കുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടുന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, കുല്ലു കലിമത്തിൻ ത്വയ്യിബത്തിൻ സദഖ, നല്ലൊരു വാക്ക് പറയുന്നത് ധർമ്മമാണ്. നല്ലൊരു വാക്ക്, ഒരാളെ വേദനിപ്പിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന നിലക്ക് നിനക്ക് അയാൾക്ക് പണം കൊടുത്ത് ധർമ്മം കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ട് അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയില്ലേ? അതും സദഖയാണ്, ഒരു നല്ല വാക്ക് പറ. കുല്ലു കലിമത്തിൻ തയ്യിബത്തിൻ സദഖ വഅയ്നുർ റജുലി അഖാഹു സദഖ, തന്റെ സഹോദരനെ സഹായിക്കൽ. ധാരാളം ഹദീസുകൾ, വേറെ വേറെ റിപ്പോർട്ടുകൾ. വശുർബത്തു മിനൽ മാഇ യസ്ഖിഹാ സദഖ, ദാഹിച്ചു വരുന്നവന് ഒരു വിറുക്ക് വെള്ളം കൊടുക്കൽ ധർമ്മമാണ്. വഇമാഖത്തുൽ ലദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്നൊരു ഉപദ്രവത്തെ നീക്കം ചെയ്യൽ ധർമ്മമാണ്. ധർമ്മത്തിന്റെ കവാടങ്ങൾ, അബ്വാബുൽ ഖൈറുകൾ മഫ്തൂഹ, ധർമ്മത്തിന്റെ കവാടങ്ങൾ, നന്മയുടേതായ രൂപത്തിലുള്ള മൈതാനങ്ങൾ വിശാലമാണ്. ഇറങ്ങി കളിക്ക്, ഇറങ്ങി വാരിക്കൂട്ട്, വാരി പെറുക്കിയെടുക്ക്. പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള നിന്റേതായ ആ ചാക്ക് നിറയട്ടെ, അതിൽ വാരിക്കൂട്ടിക്കോ, ഒന്നും നിസ്സാരമാക്കണ്ടല്ല. തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. വലൗവൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖിൻ, പുഞ്ചിരി പൊഴിക്കുന്ന ഒരു മുഖത്തോടെ നിന്റെ സഹോദരനെ ഒന്ന് ഫേസ് ചെയ്യാൻ വരെ നിനക്ക് കഴിഞ്ഞാൽ അതുപോലും പുണ്യമാണ്. അതുപോലും നീ വെറുതെയാണെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെ നന്മയുടെ കവാടങ്ങൾ എമ്പാടുമാണ് വിശദീകരിച്ചു കൊടുത്തത്. ഒരാളെയും ദുഃഖിപ്പിക്കാതിരിക്കുക, അറിഞ്ഞുകൊണ്ടൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. അത് തന്റെ കുടുംബത്തിലാണെങ്കിലും പുറമേ ആണെങ്കിലും ഒരു മനുഷ്യന് വാരിക്കോരി നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അയാൾക്കുണ്ടാവുക. അയാളുടെ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ ആ വേദനക്കുള്ള കാരണക്കാരൻ ഞാനാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി കൊടുത്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, തുദ്ഖിലുഹു അലാ ഖൽബി മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നീ ഒരു സുറൂർ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പുണ്യകർമ്മമാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാനാവുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലഭ്യമാകുന്ന ദുനിയാവിന്റെ വിലപ്പെട്ട സമയങ്ങളെ നമ്മുടെ വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. സൂറത്ത് ആലി ഇംറാനിലെ 115-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ റുകൂഅ് ചെയ്യൂ, സുജൂദ് ചെയ്യൂ, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കൂ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. അപ്പൊ നമ്മുടെ വിജയം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു നന്മയിലല്ല, ധാരാളം നന്മകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയോ അതിലൊക്കെ ഭാഗഭാക്കായിക്കൊണ്ടാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിലപ്പെട്ട സമയങ്ങളെ അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ തൗഫീക്ക് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മോടവൻ അളവറ്റ കരുണ ചെയ്തുകൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ യഥാർത്ഥമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും തങ്ങൾക്ക് അനന്തരമായി ലഭിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ വചനം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. തുടർന്നുകൊണ്ട് അവർക്ക് ലഭ്യമാകാൻ പോകുന്ന മഹിതമായ സൗകര്യങ്ങൾ അല്ലാഹു ഉണർത്തിയതാണ്. 33-ാമത്തെ വചനം, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുഅലുആ ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. അള്ളാഹു ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മത്സരിക്കുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ ആവേശം കാണിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന സൗകര്യം പറയാണ്. ജന്നാത്തു അദ്നി, ശാശ്വതത്വത്തിന്റെ തോട്ടങ്ങളാണ് അവർക്ക് കിട്ടാനുള്ളത്, സ്വർഗങ്ങൾ. യദ്ഖുലൂനഹാ, അവരതിൽ പ്രവേശിക്കും. യുഹല്ലൗന ഫീഹാ, അവർക്കതിൽ ആഭരണമായി അണിയിക്കപ്പെടും. മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅലുഅ, മുത്തിനാലും കനകത്താലുമുള്ള വളകളും കടകങ്ങളും അവരുടെ കൈകളിൽ അണിയിക്കപ്പെടും. അവർക്കവിടെ ധരിക്കാൻ കൊടുക്കപ്പെടുന്ന വസ്ത്രം മുന്തിയ തരം പട്ടുകളാണ്. വലിബാസുഹും ഫീഹാ ഹരീർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ അള്ളാഹുവിന്റെ സൗഭാഗ്യങ്ങൾക്ക് അവകാശികളായിത്തീരുന്ന ഈ ആളുകൾ അവിടെ വെച്ച് പറയും, വഖാലൂ, അവർ പറയും, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കാരണം സ്വർഗത്തിലെത്തോളം സ്വർഗം കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ല. അള്ളാന്റെ ഹബീബ് വരെ അതാ പറഞ്ഞത്, അമല് കൊണ്ടൊന്നും സ്വർഗത്ത് പോവില്ല, അള്ളാന്റെ റഹ്മത്ത് തന്നെ കിട്ടണം. നബിയെ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഹബീബ് പറഞ്ഞതാണത്, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാന്റെ ഫضലും ഔദാര്യമൊക്കെ കിട്ടി എങ്കിലേ ഞാൻ കയറിയാൽ തന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കടന്ന് ആശ്വസിക്കുമ്പോൾ അവർ പറയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. ആരാണവൻ? അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് ദുഃഖത്തെ പോക്കിക്കളഞ്ഞവൻ. സ്വർഗം ദുഃഖങ്ങളില്ലാത്ത ലോകമാണ്. അതിന്റെ അർത്ഥം എന്താ? ദുന്യാവ് ദുഃഖത്തിന്റെ ലോകമാണ്. ഇവിടെ ടെൻഷനാണ്, ഇവിടെ പ്രയാസമാണ്, ഇവിടെ സങ്കടമാണ്, ഇവിടെ വിഷമമാണ്. ഒരു പ്രയാസം കഴിയുമ്പോൾ അടുത്ത പ്രയാസം, അത് കഴിയുമ്പോൾ അടുത്ത പ്രയാസം, അത് കഴിയുമ്പോൾ അടുത്ത പ്രയാസം. പ്രത്യേകിച്ച് മോമിനീങ്ങൾക്ക് വല്ലാത്തൊരു മനസ്സിന്റെ സന്തോഷവും സമാധാനമൊന്നും അധികം കിട്ടൂല. അധിക സമയവും പല കാരണങ്ങളാൽ അവന്റെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കും. അവിടെയൊക്കെ അവൻ ക്ഷമിക്കും, സഹിക്കും. അങ്ങനെ സഹിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ടാ സ്വർഗത്തിൽ കയറുമ്പോ സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും എന്ന് വരവേറ്റത്. സഹിച്ചവരാണ് നിങ്ങൾ, അതുകൊണ്ട് കേറിക്കോ, സഹിച്ചവരാ നിങ്ങൾ, സഹിച്ചവർക്കാ സ്വർഗം.
സഹിച്ചവർക്കാണ് സ്വർഗം. മുഅ്മിനീങ്ങൾ പറയാണ് സ്വർഗത്തിലെത്തിയിട്ട് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, സങ്കടവും ദുഃഖമൊക്കെ പോകുന്ന ഒരു ഭൂമിയിലേക്ക് എല്ലാം പോക്കിക്കളഞ്ഞ റബ്ബിന് സർവസ്തുതിയും. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, നമ്മുടെ റബ്ബ് എത്ര പൊറുക്കുന്നവനാ, നമ്മുടെ റബ്ബ് എത്ര നന്ദിക്ക് കൃത്യമായ പ്രതിഫലം തരുന്നവനാണ്. ആരാണവൻ? അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളിലി, അവന്റെ ഔദാര്യം നിമിത്തം ശാശ്വതത്വത്തിന്റെ ഭവനത്തിലേക്ക് നമ്മെ അവൻ താമസിപ്പിച്ചു തന്നു. ലാ യമസ്സുനാ ഫീഹാ നസബ്, ഇവിടെ ഇനി വിഷമങ്ങളില്ല, ഇവിടെ ഇനി ക്ഷീണമില്ല, ഇവിടെ ഇനി സങ്കടമില്ല, ഇവിടെ ഇനി മനപ്രയാസമില്ല, ഇവിടെ ഇനി കുത്തുവാക്ക് പറയുന്നവരില്ല, ഇവിടെ ഇനി മനസ്സിനെ വിഷമിപ്പിക്കാൻ ആളുകളില്ല, ഇവിടെ ഇനി ഒരു നിലക്കുമുള്ള പ്രതിസന്ധികളുമില്ലാത്ത ലുഗൂബും നസബുമില്ലാത്ത വീട്ടിൽ ശാശ്വതമായി പ്രവേശിപ്പിച്ച നാഥൻ അവനാണ് സർവസ്തുതികളും. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് പറയും മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു തആല പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കൊക്കെ അത് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിന് പണിയെടുക്കണം, അതിന് അധ്വാനിക്കണം. അത് നമുക്ക് കിട്ടുന്ന സമയം ഇങ്ങനെ വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. കിട്ടുന്ന സമയം നിർബന്ധമായതും സുന്നത്തായതുമായ കാര്യങ്ങൾക്ക് നീട്ടിവെച്ച്, ഏതൊക്കെ അബ്വാബുൽ ഖൈറുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ നമുക്കതിൽ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസ് നഷ്ടപ്പെടാതെ അങ്ങനെ പ്രവർത്തിച്ച് മുന്നേറിയാൽ ഇതൊക്കെ നമുക്കും പറയാൻ തൗഫീക്ക് ലഭ്യമാകും. അള്ളാഹു നമുക്കതിന് എല്ലാവിധത്തിലുള്ള കരുത്തും അതിനുള്ള ശേഷിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് സഹോദരീ സഹോദരന്മാരുണ്ട്. അള്ളാഹുവേ, അവരുടെയെല്ലാം മനസ്സുകൾക്ക് നീ ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യണമേ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. നമ്മുടെ നാട് കേരളം വേനൽ ചൂടുകൊണ്ടും വെള്ളത്തിന്റെ കമ്മി കൊണ്ടും കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ആ രാജ്യത്തേക്ക് ആവശ്യമായ നിലക്ക് റബ്ബേ നീ ആവശ്യമായ നിലക്കുള്ള മഴയും അതുപോലെ തന്നെ ജലവിഭവങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നാഥ. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ നാഥ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം രാജ്യത്തൊട്ടാകെ ക്ഷാമവും വെറുതിയും ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് അള്ളാഹുവെ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. എല്ലാ രാജ്യത്തും ശാന്തിയും സമാധാനവും നിലനിർത്തി തരണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ آمنا مطمئنا وسائر بلاد المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله.